സംസ്ഥാന ബജറ്റ് നാളെയാണ്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലത്തിൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളാകും ബജറ്റിലുണ്ടാകുക. ക്ഷേമ പദ്ധതികളും ബജറ്റിൽ ഇടം പിടിക്കും. എ ഗിരീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ഗിരീഷ്, ഒരു സവിശേഷമായ പശ്ചാത്തലത്തിലാണ് ഈ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. കേന്ദ്രത്തിന്റെ അവഗണന മൂലം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്ന് ധനമന്ത്രി തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത് മുടങ്ങിയിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നു എന്ന് ധനമന്ത്രി തന്നെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നാളത്തെ ബജറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ധനമന്ത്രി ഈ കാര്യത്തിൽ എന്തെങ്കിലും സൂചനകൾ നൽകിയോ? ഗോപികൃഷ്ണൻ, ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത വെല്ലുവിളി തന്നെയാണ് നാളത്തെ ബജറ്റ് എന്നുള്ളത്. കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനം. അതോടൊപ്പം തന്നെ 2024-25 വർഷം, അതായത് വരുന്ന സാമ്പത്തിക വർഷം വരുമാനത്തിൽ വൻതോതിലുള്ള ഇടിവുണ്ടാകും എന്ന കണക്കുകൾ പുറത്തു വരുന്നു. സംസ്ഥാന സർക്കാർ തന്നെ ഇതിനെപ്പറ്റിയുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അധിക വിഭവ സമാഹരണം തന്നെയാണ് ബജറ്റ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സഹായത്തിൽ ഏണ്ട 52,000 കോടിയുടെ കുറവ് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അധിക വിഭവ സമാഹരണം നടത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നതും. അതുകൊണ്ട് തന്നെ നികുതി പിരിവ് ഊർജിതമാക്കുന്നതിനുള്ള മാർഗങ്ങൾക്കാകും ബജറ്റ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട. 30,000 കോടിയിലധികം നികുതി കുടിശ്ശികയുണ്ട്. ഈ തുക പിരിച്ചെടുക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ ബജറ്റിലുണ്ടാകും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മറ്റു മേഖലകളിലേക്ക് കൂടി ബജറ്റ് കണ്ണുവെക്കും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് നികുതി ചുമത്താൻ കഴിയുന്ന പരിമിതമായ മാർഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റു മാർഗങ്ങളിലേക്ക് അധിക വിഭവ സമാഹരണത്തിനായി സർക്കാർ ഫീസുകൾ ഉൾപ്പെടെ ഉയർത്തുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ബജറ്റിൽ ഉണ്ടായേക്കും. എന്നാൽ അതേസമയം തന്നെ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിനാൽ ജനപ്രിയമാക്കുക എന്നൊരു വെല്ലുവിളി കൂടി ധനമന്ത്രിയുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കണം എന്നൊരാവശ്യം LDF മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 100 രൂപയെങ്കിലും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നാണ് LDF ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ധനവകുപ്പ് ഇതുവരെ എത്തിയിട്ടില്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും എന്ന സൂചനകൾ ധനകാര്യ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. അതേസമയം ഏറ്റവും പ്രധാനമായി മറ്റൊരു മേഖല എന്ന് പറയുന്നത് സ്വകാര്യ നിക്ഷേപത്തെ ആകർഷിക്കുക എന്നുള്ളതാണ്. ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിക്കുക, ഇതിലൂടെ വിൽപ്പന നികുതി വഴി സംസ്ഥാന സർക്കാരിലേക്ക് കൂടുതൽ വിഹിതം എത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുന്നതിനും ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിക്കുന്നതിനുമുള്ള മാർഗങ്ങൾ ഉണ്ടാകും. മറ്റൊന്ന് റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. റബ്ബർ കർഷകർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് റബ്ബറിന് താങ്ങുവില 250 രൂപയായി പ്രഖ്യാപിക്കണമെന്നുള്ളത്. ഇതിൽ 20 രൂപയുടെ വർധന ഉണ്ടാകും എന്ന ഒരു സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന് കെട്ടിട മേഖലയുമായി ബന്ധപ്പെട്ടാണ്. കെട്ടിട മേഖലയിൽ ഒരു മാന്ദ്യം നിലനിൽക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ തന്നെ ഈ ഒരു മാന്ദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കെട്ടിട മേഖലയിൽ ഉണർവ് നൽകുന്ന പുതിയ പാക്കേജുകൾ ഈ ബജറ്റിൽ ഉണ്ടായേക്കാം. അതോടൊപ്പം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കനത്ത തിരിച്ചടി കഴിഞ്ഞ പ്രാവശ്യം നേരിട്ടതാണ്. കാരണം ഭൂമിയുടെ ന്യായവില 20% ഉയർത്തിയതോടുകൂടി ഇടപാടുകൾ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കും ഇളവ് നൽകുന്നതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോൾ DA കുടിശ്ശികയാണ്. 2 ഗഡു DA അനുവദിക്കാനുള്ള തീരുമാനം കൂടി ബജറ്റിൽ ഉണ്ടാകും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗോപികൃഷ്ണൻ. ശരി, എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്താണ് കനത്ത വെല്ലുവിളികൾ നേരിടുന്ന ഒരു ബജറ്റ് നാളെ ധനമന്ത്രിക്ക് അവതരിപ്പിക്കേണ്ടതുള്ളത്. എ ഗിരീഷ് അതിന്റെ സാധ്യതകൾ സംബന്ധിച്ച് വിവരങ്ങൾ നൽകുകയായിരുന്നു.